എത്ര കണ്ടാലും മതിവരാത്ത വയലട. അവിടുത്തെ ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ കാണുന്നത് ഇതുവരെ ആരും കാണാത്ത കുറേ കാഴ്ചകളും വിശേഷങ്ങളുമാണ്. അപ്പോൾ അതിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്, DTPCൻ്റെ ഒരു ഓഫീസൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. അത് അടച്ചിട്ടേക്കുവാണ്. നമ്മളിപ്പോൾ പോകുന്നതേ നേരത്തെ വന്ന റോഡിനല്ല. ഈ റോഡിനാണെങ്കിൽ താഴേന്ന് മുകളിൽ വരെ വണ്ടി വരും. അങ്ങനെ ഒരു സൗകര്യമുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ് ഇപ്പോൾ ഇതിലെ നടന്നു പോകുന്നത്. ഉള്ളിൽ ഭയം നിറഞ്ഞ ഒരു യാത്ര. നമ്മളിപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ വന്നത്. അല്ലേ, ആ പാറ അതാ, ഇതാണ് ഇവിടുത്തെ മെയിൻ. ഇതിലെ നടക്കുമ്പോൾ ഇതാണ്ടേ കോടയുണ്ട് കേട്ടോ ഫുള്ളായിട്ട്. പക്ഷേ ഇപ്പോൾ സമയത്ത് കുറച്ച് കോട കുറഞ്ഞിട്ടുണ്ട്. കോട വന്നിരുന്നല്ല നമ്മൾ നോക്കി നിൽക്കുമ്പോഴായിരിക്കും കോട ഇങ്ങനെ പൊന്തി വരും. അതാണ് നമ്മുടെ വ്യൂ പോയിന്റ്. നമ്മൾ ഗവിയിലോട്ടും ഊട്ടിയിലോട്ടും ഒന്നും പോകണ്ട. മലബാറിൻ്റെ ഊട്ടിയും ഗവിയൊക്കെ വയലടയാണ്. കോഴിക്കോട് വയലട ബാലുശ്ശേരിക്കടുത്താണ് വയലട സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 2 വ്യൂ പോയിൻറ്റുകൾ ഇവിടെ ഉണ്ട്. ഒരു വ്യൂ പോയിൻ്റ് ഇപ്പോൾ മുള്ളൻപാറ വ്യൂ പോയിൻ്റാണ് നമ്മൾ കണ്ടു. ഇനി അടുത്ത വ്യൂ പോയിൻറ്റിലോട്ട് നമ്മൾ പോവുകയാണ്. അവിടുത്തെ കാഴ്ചകൾ കണ്ടുപോകാം. വെൽക്കം ബാക്ക് റോയി 3R വീഡിയോസ്. ഞാൻ വീണ്ടും ഒന്നുകൂടി പറയുകയാണ്, കഴിഞ്ഞ 2 വീഡിയോസ് കാണാത്തവർ വന്ന് കണ്ടു നോക്കിക്കോളൂ. അതിനുശേഷം ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ കൂടി കാര്യങ്ങൾ മനസ്സിലാവും. മുള്ളൻപാറ വ്യൂ പോയിൻറ്റും ഇവിടെ എങ്ങനെ എത്തിച്ചേരാം എന്നുള്ള വീഡിയോയാണ് ഞാൻ ചെയ്തത്. ഇനി നമ്മൾ പുതിയൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ കണ്ട അങ്ങോട്ട് വന്ന അതേ വഴിയല്ല ഇത് വേറൊരു വഴിയാണ്. കുറച്ചും കൂടി വീതിയുള്ള നല്ലൊരു റോഡാണിത്. അതുകൊണ്ട് തന്നെ വാഹനങ്ങളൊക്കെ ഇതിൽ വരും. ഇതാ ഇവിടെ വലിയൊരു പാറയൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ മറ്റൊരു പാറ. ഇതൊരു 1.5 പാറയാണ് കേട്ടോ. ഇതുണ്ടോ അവിടെ കുത്തി വെച്ചിട്ട് എങ്ങനെ നിൽക്കുന്നു എന്നാണ് അത്ഭുതപ്പെട്ടു പോവുക. ഇതങ്ങോട്ട് നമുക്ക് നോ എൻട്രി എഴുതി വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് ആ പാറ നിൽക്കുന്നത് കാണാൻ. കണ്ടില്ലേ, കുറച്ച് മാത്രമേ നിലത്ത് മുട്ടിയിട്ടുള്ളൂ. അങ്ങനെ എന്താ പറയുക, കയ്യിലിങ്ങനെ പിടിച്ചു വെക്കുന്ന പോലെ അതേപോലത്തെ കാഴ്ച. അടിപൊളി കാഴ്ചയാണത്. അത് ഈ റോട്ടിലുണ്ട്. അവിടെ നോ എൻട്രി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് അധികം കിടക്കുന്നില്ല ഞാൻ. നല്ല വഴുക്കലുണ്ടാവും. കോൺക്രീറ്റ് ഇട്ട റോഡാണ്, പക്ഷെ വഴുക്കുന്നുണ്ടാവും. ഒന്ന് ശ്രദ്ധിച്ചിറങ്ങാം. കയറുന്നതിനെക്കാട്ടി കഷ്ടമാണ് ഇറങ്ങാൻ. കാരണം നമ്മുടെ മസിൽ പിടിക്കും. കാരണം നമ്മൾ വഴുക്കായിരിക്കാൻ വേണ്ടി കുറച്ച് ബലം പിടിച്ചിട്ടാണെങ്കിൽ താഴെ ഇറങ്ങും. ഇതിലെ പോയിട്ട് നമ്മൾ എവിടെ എത്തുകയെന്നൊരു പുസ്തകമില്ല. പോയി നോക്കാം. ഒരു പാറയാണ്, നല്ല ഇറക്കാട്ടോ. അപ്പോൾ താഴെ നോക്കുമ്പോൾ വലിയ പാറയാണ്. ചിലരിവിടെയൊക്കെ വണ്ടി നിർത്തി പോകും. ഭാഗ്യത്തിന് നമ്മൾ മുകളിൽ കയറിയപ്പോൾ മഴ ഉണ്ടായിരുന്നില്ല. അതൊരു ഉപകാരമായി. ഞാൻ പറഞ്ഞ വയലട വ്യൂ പോയിന്റിൽ നിന്ന് നമ്മൾ തേരപ്പാറ നടക്കുകയാണ്.
വേറൊരു വ്യൂ പോയിൻറ്റോട്ട് പോകാം. അപ്പോൾ ആ കാഴ്ചകളും വിശേഷങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് റിസ്കി യാത്രയാണ്. നമുക്ക് ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളി യാത്ര കേട്ടോ അത്. പിന്നെ നമുക്കെന്താ ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നവർ വന്നാൽ മതി, അല്ലാത്തവർ വന്നിട്ട് കാര്യമൊന്നുമില്ല. ഫുൾ നാച്ചുറൽ ഫീലിംഗ് ആണ്. ഇങ്ങനെ പോകുമ്പോഴേ വേറൊരു പാറയും കൂടെ നമുക്ക് കാണാൻ കഴിയും. ഫുൾ ഓടയാണ് കേട്ടോ അത്. ഇതിന് താഴെക്കൂടെയൊക്കെ ചെറിയൊരു അരുവിയെ പോകുന്നു. ചെറിയൊരു അരുവിയാൻ തോന്നുന്നുണ്ട്, വെള്ളം അതാണ്. നല്ല അടിപൊളി കഴിച്ച ഇതൊരു പാറ, വലിയ പാറ. എനിക്ക് തോന്നുന്നു അധികം ആരും കാണിക്കാത്ത ഒരു റോഡാണിത്. ഞാൻ ഒറ്റയ്ക്ക് കാറ്റിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ എത്തുന്നൊരു പിടുത്തമല്ല. താഴെ റോട്ടോട്ട് എത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ നടക്കുകയാണ്. ഒരു സൈഡിൽ കൂടെ ഒരു ചെറിയൊരു തോട് ഒഴുകുന്നുണ്ട്, വെള്ളം. ചുറ്റും ഓടയൊക്കെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഇതുണ്ടോ ഓടകൾ നിറഞ്ഞു നിൽക്കുന്നത്. ഓട എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുമോ എന്തോ. പിന്നെ എനിക്ക് തോന്നുന്നത് ഇതിലെ ഒരുപാട് പേര് സഞ്ചരിക്കുന്നുണ്ടെങ്കിലും ആരും വീഡിയോയിലൂടെ ഈ റൂട്ട് അധികം കാണിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ആരും പറയാത്ത വിശേഷങ്ങളും കാണിക്കാത്ത കാഴ്ചകളുമാണ്. ഇവിടുത്തെ സാഹചര്യം എങ്ങനത്തെയാണെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ ചെറിയൊരു പേടി ഇല്ലായ്കയില്ല. ഒരു ഇരുണ്ട് മൂടിയൊരു കാലാവസ്ഥ, വലിയ പാറക്കൂട്ടങ്ങളൊക്കെ ഉണ്ടാകും. ഒരു വശത്ത് ഒരു ചെറിയൊരു അരുവി, ഒരു വശത്ത് കുന്ന്. വല്ല പാമ്പോ എന്തെങ്കിലും വന്നാൽ പോലും അറിയില്ല. ഇതിലെ ഒരൊറ്റ മനുഷ്യക്കുഞ്ഞിപ്പം ഇല്ല. ഞാൻ ഒറ്റയ്ക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രത്യേക രസമാട്ടോ ഇതിലെ പോകാൻ. പേടിയൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കണ്ട. അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വയലടയിൽ തേരപ്പാര, എന്താ ചെയ്യുക. സ്വന്തം വാഹനം ഉണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ഇവിടെ ഞാൻ പറഞ്ഞത് എല്ലാവരും വാഹനത്തിലായിരിക്കും സഞ്ചരിക്കുക. ഞാൻ നടക്കുകയാണ് ചെയ്യുന്നത്. ഒറ്റയ്ക്കാണെങ്കിലും നടക്കാൻ രസമാട്ടോ. പിന്നെ വെയിലും ഇല്ല മഴയും ഇല്ല, അതുകൊണ്ട് ക്ഷീണം കുറവ്. എത്ര നടക്കണം എന്ന് ഒരു പിടുത്തവും ഇല്ല. ഞാനിപ്പോൾ കുറേ നടന്നു. എന്നാലും നല്ലൊരു വ്യൂ പോയിന്റിൽ പോയ ഒരു പ്രതീതി ഉണ്ടല്ലോ, ഒരു സന്തോഷം അതുണ്ട്. അങ്ങനെ ഫൈനലി നമ്മുടെ മുന്നിലൊരു റോഡ് കാണുന്നുണ്ട്. അപ്പോൾ റോഡിലെത്തി എന്ന് വിചാരിക്കാം. അങ്ങനെ നമ്മൾ താഴോട്ട് എത്തിയിരിക്കുകയാണ്. അതാണ് റോഡ്. ഞാനിതിൽ നടന്നു വരുന്നതുകൊണ്ടാണ് ഇത്ര വിശദമായിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണാനായത്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് ആരും ഇനിയും അന്വേഷിച്ച് എവിടെയും പോകണ്ട. ഈ റോഡിന് നേരെ വന്നാൽ മതി. ബൈക്കിനാണേലും ശരി, നടന്നാണേലും ശരി. ഇവിടെ ഈ വലതുവശത്തായിട്ടേ റബ്ബർ ഷീറ്റ് അടിക്കുന്ന ഒരു സ്ഥലമുണ്ട്, കണ്ടില്ലേ, മെഷീനൊക്കെ ഇരിക്കുന്നത്. അത് നല്ല രസമുണ്ട്. അതുപോലെ തന്നെ കണ്ടോ, നമ്മുടെ ഈ വലതുവശത്ത് തന്നെ ഒരു കുടംപുളിയുടെ മരം ഉണ്ട് കേട്ടോ. ഇത് നമ്മളെ പശുവിന് കൊടുക്കുന്ന പുല്ലൊക്കെയാണ്. ഇതാ കുടംപുളിയുടെ മരം, നിറച്ച് കുടംപുളി ഉണ്ട് ഇതിൽ, കണ്ടില്ലേ. ഞാൻ ആദ്യം വിചാരിച്ച് ജാതിക്കായിരിക്കുന്നു, കുടംപുളിയാണത്. അങ്ങനെ നമ്മൾ റോട്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇനി ഈ റോട്ടിൽ നിന്ന് നമ്മൾ പോകേണ്ടത് ഇടതുവശത്തേക്കാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആരും നമുക്ക് റോട്ടൊന്നും ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ല. ഈ ഇടതുവശത്തുള്ള റോഡിന് അങ്ങോട്ട് പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഫാമിലി പാർക്ക് വ്യൂ പോയിൻറ്റിലോട്ട് എത്തുക. ചെറിയൊരു പാർക്കും ഉണ്ട്, ഒരു വ്യൂ പോയിൻറ്റും ഉണ്ട്. അതാണ് നമ്മുടെ ലക്ഷ്യം. വേറൊരു കാര്യമുണ്ടേ, ഇങ്ങോട്ട് നടന്ന് തന്നെ പോകണം. ബസ്സുകളൊന്നും ഉണ്ടാവില്ല ഈ റൂട്ടിൽ. തിരിച്ച് നമുക്ക് ഇതിലെ തന്നെ ഇങ്ങോട്ട് വരികയും ചെയ്യണം. നമ്മൾ മുള്ളൻപാറ വ്യൂ പോയിന്റിൽ നിന്ന് കണ്ട സ്ഥലം അത് ഞാൻ നിങ്ങൾക്ക് ഇവിടുന്ന് കാണിച്ചില്ല. ഈ റോട്ടിൽ നിന്ന് കാണാൻ പറ്റും, അടുത്ത് കാണാൻ പറ്റും. ഇതാണ് നമ്മൾ മുള്ളൻപാറ വ്യൂ പോയിന്റിൽ നിന്നും കണ്ട അതേ സ്ഥലം. അതായത് നമ്മുടെ കക്കയം ഡാമിൻ്റെ റിസർവെയറും കാര്യങ്ങളുമൊക്കെ. കോടമഞ്ഞ് പുതച്ച് കിടക്കുന്ന സുന്ദരി, നല്ല മനോഹരമായ കാഴ്ചയാണ്. ഇതാണ് വയലടയിലെ ഏറ്റവും വലിയ കാഴ്ച. ഇത് കാണാനായിട്ടാണ് ജനങ്ങൾ വയലടയിലേക്ക് ഓടിയെത്തുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ കോടമഞ്ഞ് ആസ്വദിക്കാനും മഴ ആസ്വദിക്കാനും ഒക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കല്ലേ.
അങ്ങനെ നമ്മൾ ഫാമിലി പാർക്ക് വ്യൂ പോയിൻ്റ് മുകളിൽ നിന്ന് കണ്ടത്. അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തൊട്ട് മുന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നതൊക്കെ. ഇതിന് തൊട്ടടുത്തേ ഒരു റിസോർട്ടുണ്ട്. റിസോർട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറിയൊരു നീന്തൽക്കുളവും അവിടെ നിന്ന് ചാടുന്ന വെള്ളമൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പം ഫാമിലി പാർക്ക് വ്യൂ പോയിൻറ്റിലെ കാഴ്ചകളും വിശേഷങ്ങളും അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടരും.